ഞാൻ യു കെ ട്രെയിൻഡ് ആണ്. അപ്പൊ യു കെയിൽ നമുക്ക് ഏതൊരു കുട്ടിയാണെങ്കിലും നമ്മൾ ഒരു 8ാം ക്ലാസ് ആകുമ്പോൾ തന്നെ അവർക്ക് എല്ലാ ഫസ്റ്റ് എയ്ഡ് എമർജൻസീസ് ക്ലിയർ ആയിട്ട് അറിയാം. അവിടെ ഒരു പേഷ്യന്റ് കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഒരു പാമ്പല്ല പോട്ടെ, എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ നമുക്കത് അറിയില്ല. ഇപ്പോഴും ഒരു വ്യക്തി കുഴഞ്ഞു വീണാൽ നോക്കി നിൽക്കുക, അല്ലെങ്കിൽ ക്യാമറ എടുത്ത് അവിടെ പോവുക, വെള്ളം കൊടുക്കുകയാണ് ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം ഫിറ്റ്സ് വന്നാൽ കീ കൊടുക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനൊന്നും ശാസ്ത്രീയമായ തെളിവുകളില്ലാത്തതാണ്. ഒരു തെളിവുകളില്ലാതെ ഒട്ടും എഫക്റ്റീവ് അല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ തുടങ്ങിയത്. അപ്പൊ ഈ പൊതുവെ ചാനൽസ് ഇപ്പൊ റൈസയും ഡോക്ടറാണ്, പഠിപ്പിക്കുന്നതിൽ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അധികം നമ്മൾ ഈ ചാനലിലേക്ക് അങ്ങനെ കാണാറില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് റൈസയുടെ ഇൻവോൾവ്മെന്റ് നമ്മൾ അങ്ങനെ അധികം കാണാത്തത്? എനിക്കൊരു ഡോക്ടർ ഡി എന്നൊരു ചാനൽ ഉണ്ടായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് ചാനലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിയിൽ എനിക്കൊന്ന് 9th വെഡിങ് ആനിവേഴ്സറി ഞാൻ പറഞ്ഞ എന്റെ വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ആ ചാനൽ അങ്ങ് കൊടുത്തു. ഡോക്ടർ റൈസ ഷുക്കൂർ എന്ന് പറഞ്ഞു. ഇതുവരെ ഒരു വീഡിയോ പോലും വന്നിട്ടില്ല. ബിഹൈൻഡ് ദ സ്ക്രീൻ കുറെ കാര്യങ്ങൾ വേണ്ടേ? somebody should be there behind the screen. അതുകൊണ്ടാണ് മറ്റേ വിമൻ ബിഹൈൻഡ് അതാണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു മെഡിക്കൽ ഇൻഫ്ലുവൻസർ എന്നതിലുപരി ഡോക്ടർ ഡാനിഷ് ഒരു ഹെൽത്ത് ഇൻഫ്ലുവൻസർ കൂടിയാണ്. നമ്മളുടെ ആളുകൾ അങ്ങനെ നോക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽത്ത് അഡ്വൈസസ് കിട്ടാൻ വേണ്ടി നോക്കുന്ന ഒരാളാണ്. അപ്പം ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും എന്തെങ്കിലും ചെറിയൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ കൂടുതലായിട്ട് വിമർശിക്കപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ദർ ഈസ് എ ടെൻഡൻസി ടു ക്രിട്ടിസൈസ്. അപ്പം അത് എത്രത്തോളം അതൊരു കൂടുതലായിട്ട് ഭയങ്കര കോഷ്യസ് ആവുന്നുണ്ട് ഓരോ വാക്കുകളിൽ, അല്ലെങ്കിൽ ഓരോ പ്രവൃത്തികളിലും ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ബോധറേഷൻ വരുന്നുണ്ടോ? അതായത് ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ എനിക്കൊന്ന് 4.5 വർഷമായി ഞാൻ ഈ എന്റെ ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിന് മുമ്പ് എനിക്ക് പല ഇന്റർവ്യൂസും TVs തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നല്ലോണം റീച്ച് വന്നുകൊണ്ടായിരിക്കാം ഞാൻ തുടങ്ങി. എനിക്കറിയില്ല എന്നാ തുടങ്ങിയെന്നോ എനിക്ക് ഓർമ്മയില്ല. അപ്പോ ഇങ്ങനെ വരും നെഗറ്റീവ് ചിലതൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാനിപ്പോ നോക്കാറുമില്ല കമന്റ്സ്. ഇപ്പൊ കോവിഡിന്റെ സമയത്തൊക്കെ ഓരോ കമന്റ്സും വായിച്ച് ഞാൻ തന്നെ റിപ്ലൈ കൊടുക്കുമായിരുന്നു. കാരണം ഫാമിലി അബുദാബിയിലും ഞാൻ ഇന്ത്യയിലുമായിരുന്നു. അപ്പൊ ഞാൻ ഫുൾ ടൈം ഫ്രീ ആയിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ആളുകൾക്കും ഫുൾ ടൈം ഇരുന്ന് റിപ്ലൈ കൊടുക്കുമായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് ഫാമിലി ലൈഫ് കിട്ടാതായെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പൊ സ്റ്റാഫിനെ അതിന് ഇൻവോൾവ് ചെയ്യുന്നത്. ഇപ്പൊ റിപ്ലൈയും ഇല്ല, കാരണം മെഡിക്കൽ ആയതുകൊണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തെറ്റിപ്പോയാൽ പ്രശ്നമായതുകൊണ്ട് അവർക്കെല്ലാം നോളജ് ഉള്ള നഴ്സുമാരാണ്, പക്ഷെ എന്നാലും കൊടുക്കണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് ലാസ്റ്റ് 1 year ആയിട്ട് ആർക്കും റിപ്ലൈ കൊടുക്കുന്നില്ല. നെഗറ്റീവ് കമന്റ്സ് വളരെ കുറവാണ് നമുക്ക് വരുന്നത്. പിന്നെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വരാറുണ്ട്. പിന്നെ വല്ല ചിലപ്പം നാക്കി എന്നൊക്കെ വരുന്ന തെറ്റ്, ഇപ്പം 600 milligrams 600 ml എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെറിയ തെറ്റുകളാണ്, ആൾക്കാർ ക്ഷമിച്ചു പോകും. ഈ പൊതുവെ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മള് കേരളീയസ്, ഞാനൊക്കെ അതിൽ മെയിൻ ആളാണ്. നമുക്ക് എല്ലാത്തിനും ഒരു ഷോർട്ട് കട്ട് വേണമല്ലോ, കുറുക്ക് വഴിയാണ് ഞങ്ങൾക്ക് അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് വെയിറ്റ് ലോസിന്റെ കാര്യത്തിൽ വരുമ്പോ അപ്പൊ അങ്ങനെ കുറുക്ക് വഴികൾ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്, ഒത്തിരി, ധാരാളം. നമ്മൾ ആക്ച്വലി പുറത്തിറങ്ങുന്ന സമയത്ത് ധാരാളമാണ്. പ്രത്യേകിച്ചും അബുദാബിയിലും ദുബായിലും ഇറങ്ങുന്ന സമയത്ത് ആളുകൾ ഒന്ന് സ്ഥിരമായിട്ട് ചോദിക്കും. ഇപ്പൊ ഇടയ്ക്ക് ഞാൻ പോത്തീസിലും കല്യാണിലും പോയി. അവിടെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല, കാരണം അവർ മെഡിക്കൽ റിപ്പോർട്ട്സ് തന്നെ കൊണ്ടുവന്ന് കുറെ പേര്. ഞാൻ പിന്നെ എല്ലാ റിപ്പോർട്ട്സും ഇവളുൾപ്പെടെ ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ പുറത്തിറങ്ങി.